നമ്മളൊരു ലോക്കറ്റ്, ഭഗവാന്റെ ചിത്രമാലേഖനം ചെയ്ത ഒരു ലോക്കറ്റ് ഇവിടെ പൂജിച്ച് ദേവസ്വം ബോർഡിൻ്റേതായി ഞങ്ങൾ ഇറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തികച്ചും സുതാര്യമായും സൂക്ഷ്മമായും അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും അത് ഇറക്കണമെന്നാണ്. 2 ഗ്രാം, 4 ഗ്രാം, 6 ഗ്രാം, 8 ഗ്രാം ഇറക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ജനുവരി 14 നടക്കുന്ന ഹരിവരാസന പുരസ്കാരമുണ്ട്. അത് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടാവും. കൂടാതെ ഇത്തവണ പ്രത്യേകമായി തമിഴ്നാടിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു കൂടി പങ്കെടുക്കും. ആ വേദിയിൽ വെച്ച് ഈ ലോക്കറ്റ് കൂടി ആദ്യമായി മനീഷ്, എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റേത്. ഈ പമ്പാ സംഗമം എപ്പോഴായിരിക്കും നടത്തുക? അതുപോലെ തന്നെ അയ്യപ്പൻ്റെ ലോക്കറ്റ് പുറത്തിറക്കുന്നത് എപ്പോഴാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാതി, 2018 ശേഷമാണ് പമ്പാ സംഗമം വീണ്ടും നടത്താൻ തീരുമാനമായിട്ടുള്ളത്. ജനുവരി 12 തീയതി ആയിരിക്കും ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുക. പ്രധാനമായും അന്ന് വൈകിട്ട് VN വാസവനായിരിക്കും ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്യുക. അതിനോടൊപ്പം തന്നെ വിശിഷ്ടാതിഥിയായിട്ട് നടൻ ജയറാം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ തമിഴ്നാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2013 വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ പമ്പാ സംഗമം നടത്തിയിരുന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് ആരംഭിക്കാനാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായിട്ടുള്ളത്. പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരെയും വിശിഷ്ടാതിഥികളൊക്കെ അടക്കം എത്തിച്ച് വലിയ വിപുലമായ രീതിയിലേക്ക് പമ്പാ സംഗമം നടത്താൻ വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ആ പരിപാടി നടക്കുക. ജനുവരി 12 തീയതി ആയിരിക്കും മകരവിളക്കിന് മുന്നോടിയായിട്ട്. അതിനുശേഷം ജനുവരി 14 ശബരിമല അയ്യപ്പൻ്റെ രൂപം ആലേഖനം ചെയ്ത ലോക്കറ്റ് വിതരണം ഉണ്ടാകുക. ഇത് വിവിധ ഗ്രാമങ്ങളിലേക്കായിരിക്കും ഇത്തരത്തിലുള്ള ലോക്കറ്റ് ഇവിടെ നിന്ന് ലഭ്യമാക്കുക. പ്രധാനമായും 1 ഗ്രാം, അതുപോലെ തന്നെ 2, 4, 8 ഗ്രാമങ്ങളിലുള്ള തൂക്കത്തിലായിരിക്കും ഭക്തർക്ക് ഇത് ഇവിടുന്ന് ലഭ്യമാക്കുക. ഇത് പ്രത്യേകമായും ശബരിമലയിൽ പൂജ ചെയ്തതാണ്. ശബരിമലയുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന ലോക്കറ്റുകളാണ്. ഇത് പിന്നീട് ഇവിടെ നിന്ന് പണമടച്ച് ഭക്തർക്ക് ലഭ്യമാക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രധാന 2 തീരുമാനങ്ങളാണ് ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും ദേവസ്വം ബോർഡ് പറഞ്ഞത്, ഈ 2 ദിവസങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാളെ 50,000 പേർക്ക് മാത്രമാണ് ഇവിടെ വെർച്വൽ ക്യൂ വഴി പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 26-ൽ 60,000 പേരുമാണ്. ഈ 2 ദിവസങ്ങളിലും 5,000 പേർക്ക് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുക. എന്തായാലും അത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ലഭിക്കാത്ത ഭക്തർ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടെന്നുള്ള കാര്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എത്ര ആളുകൾ വരുന്നു അത്രയും ആളുകളെയും സ്വീകരിക്കാൻ ശബരിമല തയ്യാറാണ്. അതിന് ഹൈക്കോടതിയുടെ അനുമതിയുമുണ്ട്. ദർശനം തേടി എത്തുന്ന ഒരു ഭക്തനെയും ഈ സ്പോട്ട് ബുക്കിങ്ങുകളുടെ പരിമിതികളുടെ പേരിലോ അല്ലെങ്കിൽ വെർച്വൽ ക്യൂകളുടെ പരിമിതികളുടെ പേരിലോ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും നടത്താൻ തീരുമാനമായിരിക്കുകയാണ്. അതുപോലെ തന്നെ അയ്യപ്പൻ്റെ മുഖമാലേഖനം ചെയ്ത ലോക്കറ്റും പുറത്തിറക്കാൻ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം.